ഇനി കോട്ടയത്തെ വെർച്വൽ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കാരണം ഈയിടെയായിട്ട് ഏറ്റവും അധികം നടക്കുന്ന തട്ടിപ്പാണല്ലോ അല്ലെ, വെർച്വലി അറസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അത് കേട്ടിട്ട് എത്ര ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകളാണെങ്കിലും പണം കൊടുക്കാനൊക്കെ തയ്യാറാകുന്നു എന്നുള്ളൊരു വസ്തുത കൂടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കോട്ടയം ചങ്ങനാശ്ശേരിയിലെ വെർച്വൽ അറസ്റ്റിൽ വാട്സപ്പിന് കത്തയച്ചിരിക്കുകയാണ് പോലീസ്. വാട്സപ്പ് കോളിന്റെ വിശദാംശങ്ങൾ തേടി കോട്ടയം SP ആണ് കത്തയച്ചത്. മുംബൈ പോലീസ് എന്ന പേരിൽ ഡോക്ടറിൽ നിന്നും 5 ലക്ഷം രൂപ തട്ടിയ സംഭവത്തിൽ 4,35,000 രൂപ പോലീസ് തിരിച്ചു പിടിച്ചിരുന്നു. ജോസി ബാബു കൂടുതൽ വിവരങ്ങൾ നൽകും. ജോസി, ഇതിന്റെ അന്വേഷണവുമായി തുടക്കത്തിൽ തന്നെ ഡോക്ടർ സഹകരിച്ചിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഈ വാട്സപ്പ് കോളുകൾ എവിടെ നിന്നാണ് കോള് വന്നത്, ആരാണ് ഇതിന് പിന്നിൽ തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തണമെങ്കിൽ വാട്സപ്പിന്റെ സഹായം തന്നെ തേടേണ്ടി വരുന്നു. അത് കുറച്ചുകൂടെ ടെക്നിക്കലായി നീങ്ങേണ്ട സംഗതിയാണ്. അപ്പോൾ അതിലേക്ക് കൂടെ പോലീസ് കടന്നിരിക്കുന്നു അല്ലേ? ജിൽസി, ഇപ്പോഴും ഈ ഡോക്ടർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതേസമയം സംസ്ഥാനത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടൊരു സംഭവം എന്ന നിലയിൽ സ്വാഭാവികമായുള്ള പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോഴുള്ള ഇടപെടൽ. പ്രത്യേകിച്ച് വാട്സാപ്പിന് കത്ത് നൽകിയതടക്കമുള്ള നടപടിക്രമങ്ങൾ ഇതിന്റെ ഭാഗമായാണ് എന്നാണ് പോലീസ് പറയുന്നത്. കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദാണ് വാട്സാപ്പിന് കത്തയച്ചത്. വാട്സാപ്പ് കോളിന്റെ വിശദാംശങ്ങൾ തേടിയാണ് കത്ത് നൽകിയിരിക്കുന്നത്. മുംബൈ പോലീസ് എന്ന പേരിൽ 5 ലക്ഷം രൂപയാണ് കഴിഞ്ഞ ദിവസം ഈ ഡോക്ടറുടെ പക്കൽ നിന്നും തട്ടിയെടുത്തത്. പിന്നീട് പോലീസും ബാങ്കും അവസരോചിതമായി ഇടപെട്ടതിനെ തുടർന്ന് 4.35 ലക്ഷം രൂപ തിരികെ പിടിക്കുവാനും സാധിച്ചു. പക്ഷെ തുടക്കം മുതൽ തന്നെ ഈ കേസും അന്വേഷണവുമായി സഹകരിക്കാൻ ഡോക്ടർ തയ്യാറായില്ല. കൂടാതെ തനിക്ക് പരാതിയില്ല എന്ന നിലപാടിലാണ് ഡോക്ടർ ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് സമാന്തരമായി തന്നെ ഇതിന്റെ വിശദാംശങ്ങൾ തേടി പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ബീഹാർ പാട്നയിൽ നിന്നാണ് കോൾ എത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. അവിടെ നിന്നുള്ള ഒരു അക്കൗണ്ട് നമ്പറാണ് ഇവിടെ ഈ തട്ടിപ്പിനായി ഉപയോഗിച്ചിരുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോലീസ് കടക്കുകയാണ്. പ്രത്യേകിച്ച് ഈ നമ്പർ ഇവർക്ക് ലഭിക്കാനിടയായ സാഹചര്യം, തട്ടിപ്പ് സംഘത്തിന് ലഭിക്കാനിടയായ സാഹചര്യം, മലയാളികളായ ആളുകൾ ആരെങ്കിലും ഈ തട്ടിപ്പ് സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റാരെങ്കിലും ഈ തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അപ്പോഴും ഈ ഡോക്ടറുടെ നിസ്സഹകരണമാണ് കേസന്വേഷണത്തിന് വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്.